بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل. ബഹുമാന്യ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ഹ്രസ്വവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്മാരെന്ന നിലക്ക് നമ്മൾ സമൂഹവുമായി ഇഴചേർന്ന് ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായും കൊടുക്കലുകൾ വാങ്ങലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യങ്ങളായ ആ ഇടപാടുകൾ, അത് കേവലം ഒരു സാമ്പത്തിക ഇടപാട് എന്നതിനപ്പുറം സംസാരത്തിലും പെരുമാറ്റത്തിലും ബന്ധം നിലനിർത്തുന്നതിലും ഒക്കെ തന്നെ കാണിക്കേണ്ടുന്ന സൂക്ഷ്മതയെ ഇസ്ലാം വളരെ ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ നിലക്ക് നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പരിപാവനവും പരിശുദ്ധവും സുദൃഢവും. അള്ളാഹു നമ്മോട് കൽപ്പിച്ചതെന്തോ ഈ ദുനിയാവിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് പൂർണ്ണമായ ഒരു വിശ്വാസിയുടെ ഘട്ടത്തിലേക്ക് എത്തിച്ചേരേണ്ടതിനാവശ്യമായ ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാന മുറകളും വിശ്വാസ കാര്യങ്ങളും ഒക്കെ തന്നെ യഥാവിധി ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അള്ളാഹുമായുള്ള ബാധ്യത, അള്ളാഹുവിനോടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിൻ്റെ ബാധ്യത നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ്. അതിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ചൊന്നും കൈയാളാൻ പാടില്ല. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മതത്തെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ കൂട്ടിച്ചേർക്കാനോ വെട്ടിമുറിക്കാനോ പാടുള്ളതല്ല. അതേപോലെ തന്നെയാണ് മനുഷ്യന്മാർ തമ്മിലുള്ള വിശ്വസ്തത അഥവാ അമാനത്ത് അഥവാ ബന്ധം. അതിലും വളരെ കർശനമായ നിലയിൽ സൂക്ഷ്മത പാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച പാരായണം ചെയ്ത സൂറത്തുൽ നിസായിലെ 58-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ, ചുമതലകൾ, അവയുടെ അവകാശികൾക്ക് വേണ്ടി നിങ്ങൾ കൃത്യതയോടെ പാലിച്ചിരിക്കണം. ആർക്കു വേണ്ടിയാണോ നാം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്, ആരെ മുൻനിർത്തിയാണോ നാം കുറെ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത്, ആർക്കു വേണ്ടിയാണ് നാം നേതൃത്വത്തിലേക്ക് വരികയും നിങ്ങൾക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തു തരികയും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്, ആ ജനതയോട് ഏറ്റവും നല്ല കൂറുള്ളവരായി നാം തിരഞ്ഞെടുക്കപ്പെട്ടാലുണ്ടാവണം. ഏറ്റവും നല്ല ബാധ്യത നാം കരാർ പറഞ്ഞാൽ നിറവേറ്റിയിരിക്കണം. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക്, അവകാശികൾ എന്നുള്ളത് കൃത്യമാണ്. അതിൽ അവ്യക്തതയ്ക്ക് ഒരൊന്നും ചാൻസ് ഇല്ല. കൃത്യമാണ് അവകാശികൾ. നമ്മൾ ജനങ്ങൾക്ക് മുമ്പായാണ് വാഗ്ദാനം നൽകുന്നതെങ്കിൽ ആ ജനങ്ങളൊക്കെ ആ വാഗ്ദാനം ലഭിക്കാൻ അവകാശികളാണ്. നമ്മൾ കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് കുടുംബത്തോടെ നിർവഹിക്കുന്ന ബാധ്യത, അതിൽ കുടുംബാംഗങ്ങൾ അവകാശികളാണ്. നാം നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ മാതാപിതാക്കളോട് നൽകേണ്ടുന്ന ബാധ്യത, അത് ലഭിക്കേണ്ടുന്ന അവകാശികളിൽ ആ മാതാപിതാക്കൾ ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അവകാശികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഒരു വിശ്വാസി അവൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കാനെന്നാണ് ഈ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അതിൽ നീതി ഉണ്ടായിരിക്കണം. നീതിയോടെ മാത്രമേ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കാവൂ. ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്, കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്, സുഹൃത്തുക്കൾക്കിടയിൽ ഒരു വിഷയമുണ്ട്. അതിനെ നമ്മൾ കൈയാളുമ്പോ ഏതെങ്കിലും പക്ഷത്ത് ചേർന്നുകൊണ്ട് നീതിക്ക് വിരുദ്ധമായ രീതിയിൽ ഒന്നും കൈയാളാൻ പാടില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ മുഅ്മിനീന 1-ാമത്തെ ആയത്ത് തന്നെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചവരാണ്.
സത്യവിശ്വാസികൾ വിജയിച്ചവരാണ്. ഒരുപാട് ഗുണങ്ങൾ അവരെ കുറിച്ച് പറയുന്നു. നമസ്കാരം നിർവഹിക്കുന്ന, സക്കാത്ത് നൽകുന്ന, കരാറുകൾ പാലിക്കുന്ന ആളുകളായിട്ട് അവരുടെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ സൂറത്തിലെ 8-ാമത്തെ ആയത്ത് പറയുന്നു, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. തങ്ങളുടെ ചുമതലകൾ, ഉത്തരവാദിത്വങ്ങൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, കരാറുകൾ അത് പാലിക്കുന്നവരും ആണവര്. കരാറുകൾ പാലിക്കുന്നവരാണവര്, അമാനത്തുകൾ നിറവേറ്റുന്നവരും ആണ്. അങ്ങനെയുള്ള സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഒരാൾക്കും വിശ്വാസമില്ല, അയാൾ മുഅ്മിനല്ല, ഈമാനുള്ളവനല്ല. എന്ത്? അവൻ അമാനത്ത് വേണ്ട വിധത്തിൽ കൈയാളുന്നില്ല എങ്കിൽ, അവൻ വിശ്വസ്തത പുലർത്തുന്നില്ല എങ്കിൽ എന്തല്ല, അവനിൽ ഈമാനില്ല, അവൻ വിശ്വാസിയല്ല. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവന് വിശ്വാസമില്ല. വലാ ദീന ലിമൻ ലാ അഹദ ലഹു. കരാർ പാലിക്കാത്തവന്, വാഗ്ദത്തം പാലിക്കാത്തവന് ദീനുമില്ല, മതവുമില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ കാണാം, ഫഇൻ അമിന ബഅദുകും ബഅദൻ ഫൽയുഅദ്ദി അല്ലദി തുമിന അമാനതഹു വൽയത്തഖില്ലാഹ റബ്ബഹു. ഇനി നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ വിശ്വാസത്തിൽ ഏർപ്പിക്കപ്പെട്ടവൻ, ആ വിശ്വാസം സ്വീകരിച്ചവൻ അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചവൻ, അവനോടുള്ള വിശ്വാസ ബാധ്യത നീ നിറവേറ്റേണ്ടതുണ്ട്. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. ഒരാളോടൊരു വാക്ക് ഇന്നാലിന്ന സമയത്ത്, ഇന്നാലിന്ന സ്ഥലത്ത്, ഇന്നാലിന്ന ഒരു കാര്യത്തിനായി ഞാൻ എത്തുമെന്ന് പറയുന്നത് ഒരു വാക്കാണ്, കരാറാണ്. വളരെ ചെറിയൊരു കാര്യമാണ്. സ്വാഭാവികമായും നമുക്ക് ആ സമയം പാലിക്കാൻ കഴിയാതെ വരാറുണ്ട്. ഇവിടുത്തെ ഉദ്ദേശിക്കുന്ന സമയത്ത് വാഹനം ലഭിച്ചില്ല എന്ന് വരാം. യാത്രക്കിടയിൽ ചിലപ്പോൾ ബ്ലോക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, വേറെ എന്തെങ്കിലും പ്രയാസകരമായ സാഹചര്യം ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് ഞാനിതാ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു എന്ന ബോധം പോലും ഇല്ലാതെ, ഇത്തരം കാരണങ്ങളില്ലാത്ത രീതിയിലാണ് ആ വാക്ക് പാലിക്കാൻ അവൻ തയ്യാറാകാത്തത് എങ്കിൽ അവന് മതമില്ല, അവൻ വിശ്വാസിയല്ല എന്നാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെറും വാക്ക് പറയാൻ മതം അനുവദിച്ചിട്ടില്ല, പൊയ് വാക്ക് പറയാൻ മതം അനുവദിച്ചിട്ടില്ല. എന്തും ഏതും വിളിച്ചു പറയേണ്ടവരല്ല വിശ്വാസി. വിശ്വാസിയുടെ ഗുണത്തിൽപ്പെട്ടതാണ് കളവ് പറയാതിരിക്കുക, സത്യസന്ധനായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾക്കോടൊരു വാക്ക് പറഞ്ഞാൽ, ഒരാളോടുള്ള ഒരു ചുമതല, ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട ഘട്ടത്തിൽ അതിന് തയ്യാറാവാതിരിക്കുകയും ആ വാക്ക് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചു, ഇദാ ളുയ്യത്തിൽ അമാനത്തു ഫന്തദിരി സാത. അമാനത്ത് നശിക്കുമ്പോൾ നിങ്ങൾ ലോകം അവസാനിക്കുമെന്നത് പ്രതീക്ഷയിലായിക്കൊള്ളട്ടെ. അമാനത്ത്, ഉത്തരവാദിത്വം, വിശ്വസ്തത, പരസ്പരമുള്ള വിശ്വാസം ഇല്ലായ്മ, പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥ. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, മക്കൾക്ക് മാതാപിതാക്കളെ, മാതാപിതാക്കൾക്ക് മക്കളെ ഒന്നും വിശ്വാസമില്ല. സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ടെന്ന് കരുതുന്ന സുഹൃത്തുക്കൾക്ക് തമ്മിൽ വിശ്വാസമില്ല. സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ബന്ധങ്ങൾ നിലനിർത്തേണ്ടുന്ന ആളുകൾക്ക് വിശ്വാസമില്ല. എന്തിന് പറയുന്നു, ഒരു ദീൻ പഠിപ്പിക്കേണ്ടുന്ന ദീനിന്റെ ആളായി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട്. പക്ഷെ ആ ബാധ്യതയെ കുറിച്ച് അയാൾ ബോധവാനല്ല. അങ്ങനെയുള്ള ഒരു കാലം വരാനിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു സന്ദർഭം വരാനിരിക്കുന്നു. പരസ്പരം വിശ്വാസമില്ലാത്ത ഓരോരുത്തരും തന്നിഷ്ടമനുസരിച്ച് പരസ്പരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കാതെ ജീവിച്ചു പോകുന്ന അവസ്ഥ.
അങ്ങനെ ഒരു കാലം വരിയാതിരിക്കുന്നു. അങ്ങനെ ഒരു കാലം വരുമ്പോ പ്രവാചകൻ പറയാണ്, നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുകൊള്ളൂ. അപ്പോൾ ഒരു സഹാബി ചോദിക്കുകയാണ്, കീല കൈഫ ഇലാത്തുഹാ, അമാനത്ത് എങ്ങനെയാ നശിക്കുക, ഈ വിശ്വസ്തത എങ്ങനെയാ നശിച്ചു പോവുക എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറയാണ്, ഇദാ ബുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി അർഹതയില്ലാത്തവർക്ക് അധികാരം ലഭിക്കുന്നതാണ് അതിൽ ഒന്നാമത്തേത്, അല്ലെങ്കിൽ അതിലെ പ്രധാനം ഒരടയാളം. അർഹതയില്ലാത്തവർക്ക് അധികാരം ലഭിക്കുക. അധികാരത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ അവർക്ക് അതിനോട് കൂറുള്ളവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവരെ ഭരിക്കുന്നത്. പുറത്തൊരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവുമാണ്. അവർ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ഇംഗിതമനുസരിച്ചായിരിക്കും കാര്യം കൈയാളുക. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരിക്കും അവർ പരിശ്രമിക്കുക. അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനായിരിക്കും അവർ ശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണം. അധികാരം എന്നുള്ളത് ജനങ്ങളോട് കൂറുള്ളവന് വേണ്ടി മാത്രമായി മാറ്റിവെക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അധികാരം നൽകാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അതുപോലെ ഒരു കാലം വരും, ആ കാലത്ത് ഈ ഉത്തരവാദിത്തം അമാനത്ത് ശ്രദ്ധിക്കാത്ത ഒരു കാലമാ അതിങ്ങനെ വളരും. അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഖിയാമത്ത് ലോകം അവസാനിക്കാൻ പോകുന്നു. ഖിയാമത്തിന്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരാൾ യാത്ര പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, ഉംറയ്ക്ക് പോകുമ്പോ, മറ്റെന്തെങ്കിലും ആവശ്യത്തിനും ഒക്കെയായി പോകുമ്പോ നമ്മോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. ദീനക്ക് അമാനത്തക്ക് വഹവാത്തിക്കും അമലക്ക് എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പോവുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിൽ തവക്കൽ ചെയ്യാണ്. ഈ മനുഷ്യൻ പോവുകയാണ്, ഈ മനുഷ്യന്റെ വിശ്വാസ അനുഷ്ഠാന കർമ്മങ്ങൾ, അവൻ ദീനനുസരിച്ച് ജീവിക്കുന്നവനാണ്. ആ ദീൻ അവന്റെ യാത്രയിൽ ഒരിടത്തും പോറലേക്കാത്ത വിധത്തിൽ നീ സംരക്ഷിക്കണമേ അല്ലാഹ്. അമാനത്ത് അവന്റെ ഉത്തരവാദിത്വം, കുറെ ചുമതലകൾ ഉത്തരവാദിത്വം അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ യാത്ര പോകുന്നത്. അല്ലെങ്കിൽ ഇന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവൻ യാത്ര പോകുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ, അമാനത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ അവന് നിർവഹിക്കാൻ കഴിയണമേ അല്ലാഹുവേ നിന്നിൽ ഭരമേൽപ്പിക്കുകയാണ് എന്ന ഒരു പ്രാർത്ഥന ഒരു മനുഷ്യൻ ഒരാവശ്യത്തിന് പോകുമ്പോ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുക. അതിൽ പറഞ്ഞൊന്ന്, അവന്റെ ദീൻ സംരക്ഷിക്കപ്പെടണം, അവന്റെ ചുമതലകൾ അത് സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ അവന്റെ കർമ്മങ്ങളും സംരക്ഷിക്കപ്പെടണം. അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നിന്നിൽ ഞാൻ അതൊക്കെയും പരമേൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളൊക്കെ കുറേ പ്രാവശ്യമായി ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞ ഒരു ആയത്താണിത്. സൂറത്തുൽ അഹ്സാബ് 82-ാമത്തെ ആയത്ത്, ഇന്നാ അർദനൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന വലൂമൻ ജഹൂലാ. ആ ഉത്തരവാദിത്വം, ആ അമാനത്ത്, ആ വലിയ ചുമതല, ആ വിശ്വസ്ത ദൗത്യം അത് ആകാശങ്ങളെ, ഭൂമിയെ, പർവ്വതങ്ങളുടെയൊക്കെ മുമ്പാകെ അല്ലാഹു എടുത്തു കാണിച്ചു. ആ വിശ്വസ്ത ദൗത്യം അത് ആകാശങ്ങൾക്ക് മുമ്പാകെ, പർവ്വതങ്ങൾക്ക് മുമ്പാകെ, ഭൂമിക്ക് മുമ്പാകെ, ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾക്കൊക്കെ മുമ്പാകെ അല്ലാഹു എടുത്തു കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ അവ ഏറ്റെടുക്കുന്നതിൽ ഈ ഭൂമി, പർവ്വതം, ആകാശം അല്ലെങ്കിൽ മറ്റെന്ത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുണ്ടോ അവയൊക്കെയും വിസമ്മതിക്കുകയും അക്കാര്യത്തിൽ അവ ഭയപ്പെടുകയും ചെയ്തു. ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്, ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അവ ഭയപ്പെടുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. ബുദ്ധിയുള്ള, ചിന്തയുള്ള, ആലോചനയുള്ള, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിവുള്ള മഹാബുദ്ധിമാനായ അത്ഭുത മനുഷ്യൻ അവൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് ഖുർആൻ പറയാ. മനുഷ്യന് നിർവഹിക്കാൻ കഴിയും. എന്നിട്ട് എന്താ വാക്ക് അവസാനമായി ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഇന്നഹു കാന വലൂമൻ ജഹൂല,
നിശ്ചയം മനുഷ്യൻ അക്രമിയും അവിവേകിയുമായിരിക്കുന്നു. ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തുക തന്നെ ചെയ്യും, അവൻ പോരായ്മ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതിന്റെ 100% പരിശുദ്ധിയോടെ കൈയാളാൻ മനുഷ്യൻ തയ്യാറാവുകയില്ല. അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവൻ അക്കാര്യത്തിൽ അലസനാണ്. അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവന്റെ ഇംഗിതങ്ങൾ, അവന്റെ ദുരുദ്ദേശങ്ങളൊക്കെയും അതിലേക്ക് വരികയും ആ ഉത്തരവാദിത്വത്തിന്റെ നിഷ്കളങ്കമായ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ നിന്ന് അവൻ വ്യതിചലിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നഹു കാന ലലൂമൻ ജഹൂല എന്നും ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ അക്രമിയും അവിവേകിയുമായിരിക്കുന്നു. പ്രവാചകൻ പറയുന്ന മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു. അദ്ദിൽ അമാനത ഇലാ മനിത്തമനക്, നിന്നെ വിശ്വസിച്ച് അമാനത്ത് ഏൽപ്പിച്ചവന് നീ അത് കൃത്യമായി തിരിച്ചു നൽകണം. തുടർന്ന് പറയാണ് ബലാ തഖുൻ മൻ ഖാനക്, നിന്നെ ചതിച്ചവന് നീ ചതിക്കരുതേ. നമ്മള് ഒരു ഉത്തരവാദിത്വം നമുക്ക് ഇങ്ങോട്ട് നിർവഹിക്കാനുള്ള ഒരാള് ഉണ്ടായിരുന്നു, പക്ഷെ അയാൾ നമ്മളെ ചതിച്ചു കളഞ്ഞു, അയാൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചു കളഞ്ഞു. പക്ഷേ അതേപോലെ ഞാനും അവനോട് അങ്ങോട്ട് ചെയ്യേണ്ടുന്ന നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇപ്പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ പാടില്ല. എന്നെ ഇങ്ങോട്ട് ചതിച്ചവനല്ലേ, അതുകൊണ്ട് ഒരു ചതി അങ്ങോട്ടും കൊടുക്കാമെന്ന ആ പ്രതികാര വാഞ്ച വിശ്വാസി എന്ന നിലക്ക് പാടില്ല. ഇങ്ങോട്ട് ചതിച്ചവനെ അങ്ങോട്ട് ചതിക്കരുത്. നീ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നീ ഭംഗിയായി തന്നെ നിർവഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു വലിയ ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരു ജനതയിൽ വഞ്ചന പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഭീതി നിറക്കുന്നതാണ്. ഒരു സമൂഹത്തിൽ, ഒരു ജനതയിൽ വ്യഭിചാരം വർദ്ധിച്ചാൽ അവിടെ മരണവും വർദ്ധിക്കുന്നതാണ്. ഒരു ജനത അളവും തൂക്കവും കുറച്ചാൽ അവർക്ക് ആഹാരത്തിൽ അഭിവൃദ്ധി തടയപ്പെടുന്നതാണ്. ന്യായപ്രകാരമല്ലാതെ ഒരു ജനത വിധി നടത്തിയാൽ അന്യായമായി സ്വജനപക്ഷപാതം, സ്വാർത്ഥ താല്പര്യം, തന്റേത് മാത്രമായ ഇഷ്ടം, അത് മാത്രം നോക്കി ന്യായം മാറ്റി നീതി മാറ്റിക്കൊണ്ടാണ് ഒരു അധികാരി, ഒരു ഉന്നതൻ വിധി നടപ്പാക്കുന്നതെങ്കിൽ അവിടെ രക്തം പ്രചരിക്കുമെന്ന് വെച്ചാൽ അവിടെ കൊലപാതകങ്ങളൊക്കെ വർദ്ധിക്കും. ഒരു ഹദീസിൽ ഇങ്ങനെയും കാണാം, മനുഷ്യർ അന്യോന്യം ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമാനത്ത് വിശ്വസ്തത ഉള്ള ഒരാളും ഇല്ലാതാകുന്ന ഒരവസ്ഥ വരും. ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യം കൈയാളുന്ന ഒരാളും ഇല്ലാതെ വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ഇவ்விധത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ കുടുംബത്തോട് ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. ഓരോന്ന് പ്രത്യേകിച്ച് നാളിന് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് നമ്മൾ പറയേണ്ടതില്ല. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെയും ഏറ്റവും ഭംഗിയായിക്കൊണ്ട് തന്നെ നിർവഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നൻ നിസാഅ ഇൻദകും അവാനിൻ, നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്കുള്ളത് പോലെ തന്നെ അവർക്ക് നിങ്ങളോടും ഉത്തരവാദിത്തമുണ്ട്. അവരെ പത്നിയെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു അമാനത്തായിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ഇണയെ സ്വീകരിച്ചിരിക്കുന്നത് ഒരു അമാനത്തായിട്ടാണ്. അതുകൊണ്ട് ആ സ്ത്രീയോട്, പത്നിയോട് ഏറ്റവും മാന്യമായ രീതിയിൽ നിങ്ങൾ പെരുമാറണം. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പരിശുദ്ധിയും സൂക്ഷ്മതയും ഒക്കെ ഇവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. പെണ്ണ് എന്ന് പറയുന്നത് കേവലം പുരുഷന്റെ കീഴിൽ അടിമയായി ഒതുങ്ങി ജീവിക്കേണ്ടവളല്ല എന്ന പാഠം കൂടിയാണ്
ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും മാന്യമായും സൂക്ഷ്മമായും കൊണ്ട് അവരോട് ജീവിക്കണമെന്നും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിലും നാളെ ചിലപ്പോ ഇവിടെ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ അറിയാൻ പോകുന്ന ദിവസമാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്, ഓരോ നിലപാടുണ്ട്. ആ നിലപാടിന്റെ പേരിൽ ആഹ്ലാദിക്കാം, സന്തോഷിക്കാം, ഒക്കെയും ആവാം. പക്ഷേ പരിധി വിട്ടു പോയിക്കൊണ്ടുള്ള ഒരു ആഹ്ലാദവും ആളുകളെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ആവേശ പ്രകടനമൊന്നും ഒരു വിശ്വാസിയുടെ പക്കൽ നിന്നും ഉണ്ടാവരുത്. നമ്മുടെ വാക്ക് പടച്ചവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എഴുതി തയ്യാറാക്കപ്പെടുന്നതാണത്, രേഖപ്പെടുത്തപ്പെടുന്നതാണത്. എന്ത് വിളിച്ചു പറയുമ്പോഴും എന്ത് ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുമ്പോഴും അതൊക്കെയും റിക്കാർഡ് ആക്കപ്പെടുന്നു എന്ന ബോധം നമുക്കുണ്ടാവണം. വിശ്വാസി എന്ന നിലയ്ക്ക് അവിടെയും നമ്മൾ മാതൃകയായി ജീവിക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.